കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹലോ നവാസേ, ഇതിന് കാര്യം അറിഞ്ഞാ? എടാ എഞ്ചിനീയർ വിളിച്ചിരുന്നു. തിരുവാങ്കുളത്ത് ചെല്ലാൻ സൈറ്റിൽ. എടാ എന്നെ അവിടെ ഡെയിലി പിടിച്ച് വിടുവടേ. പോകാൻ പറയൂ. പിന്നെ യാത്ര ഭയങ്കര സംഭവമായിരിക്കും. ഇവിടുന്ന് വലിയ പാട്ടാ, ബസ്സൊന്നും കിട്ടൂല. വയലേ പറ്റുള്ളൂ. ശരി ഞാൻ വിളിക്കടാ. നീ എപ്പോ വന്ന്? ഞാൻ വന്നിട്ട് കുറച്ചേരെ. ഞാൻ അടക്കളക്കത്ത് കയറിയില്ലേ? അത് പിന്നല്ല അച്ഛാ, എന്നീ റൂം തുറക്കാത്തത്? കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറാൻ കയറിയായിരിക്കും. അച്ഛാ പാറു ഭയങ്കര ഷോ എന്ന് പറയുന്നത്. എടാ ഇവിടെ എല്ലാ ദിവസവും ഓരോരുത്തരും ഓരോ ഷോ അല്ലേടാ. ഇന്ന് അവളെ ഊഴം. വലിയമ്മച്ചി ചമഞ്ഞ് നിൽക്കുവാടാ. ഒറ്റയ്ക്ക് കുളിക്കുന്നു, തുണി അലക്കുന്നു, ഭയങ്കര ബഹളമുള്ള. ലച്ചുവേ, എന്റെ കൊച്ചു നല്ല സ്മാർട്ടായിട്ട് വരെയാണ്. കളിയൊക്കെ ഉണ്ടല്ലേ? ഞാൻ കളിയാകൊന്നുമില്ല ചാ. എന്റെ പൊന്നോ, കുളിച്ച് ഒറ്റയ്ക്ക് ഡ്രസ്സൊക്കെ മാറിയാ? നീ വലിയ പുള്ളിയാണല്ലോ. ലച്ചു, നീ മിണ്ടാതിരി. പാറു നിന്റെ നോട്ടിട്ടിരിക്കുകയാണ്. പാറുവേ, ഇനി പൗഡറും കരിയൊക്കെ കുറെ വേണ്ട വരുമല്ലോ. എന്താണ്? അയ്യോ, കുഞ്ഞ് തന്നെ ഒരുങ്ങാൻ പോവാണോ? എന്തിന്? അവൾക്ക് ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അവൾക്ക് നല്ല ഭംഗിയുണ്ട്. അതെ, പക്ഷെ പല്ല് നോക്കിയാ പോയി. ലച്ചോ, കുഞ്ഞു കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾ എന്തിനാ എന്നെ ശ്രദ്ധിക്കുന്നേ? നിങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കേട്ടല്ലോ, കൊച്ചിനെ ആരും ശ്രദ്ധിക്കരുത്. മോളെ കാശു, നിന്റെ പരീക്ഷ കണ്ടെത്ര? സത്യം പറഞ്ഞാൽ നല്ല പാടായിരുന്നു. എന്റെ പൊന്നു മക്കൾ അങ്ങനെ പറയരുത്. നിന്നാണ് എന്റെ അച്ഛന്റെ പ്രതീക്ഷ. അച്ഛന്റെ പ്രതീക്ഷയാണ് വെച്ചാ എന്റെ ഊർജവും. അയ്യോ, നാടകരംഗങ്ങളൊക്കെ അങ്ങ് അരങ്ങേറുവാണല്ലോ. എന്തൊരു ഡ്രാമയുടെ ഇത്. അതെ, ഞാൻ ഒരു മുൻജന്മ ബന്ധമുള്ളതാണ്. അത് കറക്റ്റാട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ അച്ഛന്റെ അപ്പൂപ്പനായിരുന്നു ഇവൻ. അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ഒരു കിളവൻ ടച്ച്. പറഞ്ഞു എവിടെ കയറി പോണ്? അതാ ഈ കിളവൻ എന്ന് വിളിക്കുന്നൊന്നും അത്ര നല്ല പദപ്രയോഗം അല്ല കേട്ടാ. മേലെ കളവാന്ന് വിളിച്ചോണ്ടല്ലോ. ഞാൻ എനിക്ക് കളവാന്ന് വിളിക്കുവോ? ഞാൻ വിളിക്കില്ല. കേശുവിനെ അച്ഛാ കളിക്കല്ലേ? കളവാന്ന് വിളിക്കല്ലേ? പഠിക്കാൻ കിടക്കുന്നുള്ളതാ. ഇത് കൊറേ ഉണ്ടല്ലോ ഒരുങ്ങി തീരുമ്പോ. ആരും ചിരിക്കരുത്, കലിപ്പാവും. കൽപ്പാന്തകാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരവുമായി നിൽപ്പൂ. കൽപ്പാന്തകാലത്തോളം ഞാൻ പാട്ട് പാടിയതാണെന്ന്. എടാ, നീ പാട്ട് പാടിയതായിരുന്നാ? സോറി, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ചാച്ചി ചുമ്മാ കളിക്കില്ല, ടാക്കിയതാണല്ലേ. പഴയ പാട്ടല്ലേ? എന്നാ പഴയതുപോലെ പഴയ പാട്ടൊക്കെ പാടുന്നേ? മനസ്സൊക്കെ ഒന്ന് ഇളകിയ പോലെ ഉണ്ടല്ലോ. മനസ്സെന്തായാലും ഇളകിന്ന്. ചാച്ചി എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. മക്കളെ നിന്റെ പഴയ പാട്ട് കേട്ടിട്ട് എത്ര നാളായടാ? നിന്റെ പഴയ പാട്ടുണ്ടല്ലോടാ. എന്താ മധുരി? അതൊന്ന് പാടണ, രണ്ടുപേരും പാടണ. മധുരിക്കുമ്പോൾ പിന്നെ വേറെ ഒന്നുണ്ടല്ലോ, എല്ലാരും കൂടെ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചേക്കുവാണല്ലേ. പാറു എവിടെന്നെ? അവള് ഏകാന്ത പതുകയായിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര ഗൗരവം. കലിപ്പത്തിന് തീർന്നില്ലല്ലോ. എന്താ അതിന് നീ പൊക്കോ. ഞാൻ വരൂല. ഞാനും എന്തായാലും വരാൻ പോലില്ല. മക്കളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോ. അമ്മ വരാം കേട്ടാ. അമ്മ വരൂല കേട്ടാ. അവൾ ഒറ്റയ്ക്ക് പോട്ടെ. അമ്മ പോകുന്നു വേണ്ട. ഒറ്റയ്ക്ക് വിടാനാ ഞാൻ വരാം കേട്ടാ. അമ്മ പോലെ. അമ്മ എന്താ അമ്മ? ഇതോടി പറയുന്നേ? അല്ല, അവൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. നീ വീഡിയോ എടുക്കടാ. നീ വീഡിയോ പൈസ കാലത്ത് അടിപൊളി ചാവാൻ വയ്യേ. വാ ബാത്റൂമിൽ പോവാ. വേണ്ട, ഞാൻ പോയി.
ചന്ദനത്തിനെടുത്ത് കത്തിരി